റിച്ച് മാൻസ് ഡിസീസ്, സമ്പന്നനായ വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു അസുഖമായിട്ടായിരുന്നു ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹത്തെ കണ്ടിരുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിലെ കാലറീസ് അല്ലെങ്കിൽ മധുരത്തിന്റെ അളവ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവാണ് ഡയബറ്റിസിലേക്ക് നയിക്കുന്നത് എന്നുള്ളൊരു ഫാക്റ്റ് ആയിരുന്നു അങ്ങനെ ഒരു നിഗമനത്തിൽ അന്ന് എത്തിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അത് സർവ്വസാധാരണം. സോഷ്യൽ ഗ്രൂപ്പെന്നോ എക്കണോമിക് ഗ്രൂപ്പെന്നോ ഇല്ല, ഡയബറ്റിസ് എല്ലാവരുടെ ഇടയിലും കാണപ്പെടുന്നുണ്ട്. നമ്മളൊരു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, ആ കൃത്യസമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിനെ നിയന്ത്രിക്കുക. പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞ ഉടനെ ആദ്യമേ നമ്മൾ അതിനെ ഭക്ഷണമായിട്ട് റിലേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. പണ്ട് കാലങ്ങളിൽ വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്നത് പോലെ റിച്ച് മാൻസ് ഡിസീസ് അല്ലെങ്കിൽ എന്താ പറയുക, ധനികനായ അല്ലെങ്കിൽ സമ്പന്നനായ വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു അസുഖമായിട്ടായിരുന്നു ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹത്തെ കണ്ടിരുന്നത്. അതിനും കാരണമുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിലെ കാലറീസ് അല്ലെങ്കിൽ മധുരത്തിൻ്റെ അളവ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവാണ് ഡയബറ്റിസിലേക്ക് നയിക്കുന്നത് എന്നുള്ളൊരു ഫാക്റ്റ് ആയിരുന്നു അങ്ങനെ ഒരു നിഗമനത്തിൽ അന്ന് എത്തിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അത് സർവ്വസാധാരണം. ഏത് സോഷ്യൽ ഗ്രൂപ്പെന്നോ എക്കണോമിക് ഗ്രൂപ്പെന്നോ ഇല്ല, ഡയബറ്റിസ് എല്ലാവരുടെ ഇടയിലും കാണപ്പെടുന്നുണ്ട്. അപ്പം അതിനുള്ള റീസണും അന്നത്തെ റീസൺ തന്നെയാണ്, അതായത് ഭക്ഷണത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ എങ്ങനെ ഭക്ഷണത്തിൽ നിന്ന് ഡയബറ്റിസ് വരുന്നു എന്നുള്ളത് നമുക്ക് എവർക്കും അറിയാം. ഇനി എങ്ങനെ നമ്മൾ ഭക്ഷണത്തെ ക്രമീകരിച്ചാൽ നമുക്ക് ഡയബറ്റിസ് വരാതെ നോക്കുകയോ വന്നു കഴിഞ്ഞാൽ അത് കൂടാതെ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാതെ നോക്കുകയോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത്, ഭക്ഷണത്തിന് ഒരു ക്രമം വേണം. ടൈമിങ്സ്, ഭക്ഷണം കഴിക്കുന്ന ടൈമിങ്സ് നമ്മൾ റെഗുലേറ്റ് ചെയ്യണം. നമ്മളൊരു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, ആ കൃത്യസമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുക. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് പലപ്പോഴും നമ്മളൊരു 2 മീലോ അല്ലെങ്കിൽ ഒരു 3 മീലോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പേഷ്യൻസിന് വൺസ് ഡയബറ്റിസ് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ ആൾക്കാരിൽ അത്രയും നേരം ഒരു ഗ്യാപ്പ് ഇട്ട് പലപ്പോഴും അവർക്ക് ഭക്ഷണം കഴിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണ് അവർക്കുള്ള ഭക്ഷണം ക്രമീകരണം എന്ന് വെച്ചാൽ, ചെറിയ ചെറിയ പോർഷൻസ് ഓഫ് ഭക്ഷണം ചെറിയ ചെറിയ ഇൻ്റർവെൽസിൽ കഴിക്കുക. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു 7:30-8 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10-11 മണി 11-11:30 ആകുമ്പം ഒരു മിഡ് മോർണിംഗ് ഒരു ചെറിയ മീൽ കഴിക്കുക. ഈ മിഡ് മോർണിംഗ് മീലിൽ കാലറീസിൻ്റെ അളവല്ല, മറിച്ച് ഫൈബറും കൊലാജനും ആ ടൈപ്പ് ഓഫ് ഫുഡ് അടങ്ങിയത്, കുറേ അധികം ഫൈബേഴ്സ് അടങ്ങിയ ടൈപ്പ് ഓഫ് ഫുഡ് 11-11:30 കഴിച്ചിട്ട് ഒരു 1-1:30 ആകുമ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ചും ഇതുപോലെ തന്നെ കാർബ്സും കാലറി ഗിവിങ് ഫുഡും കുറച്ച് വെച്ചിട്ട് അതിലും അധികമായിട്ട് പ്രോട്ടീൻസും ഫൈബേഴ്സും ഇൻക്ലൂഡ് ചെയ്യുക. വീണ്ടും നമ്മൾ രാത്രിത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഡിന്നറിന് മുമ്പായിട്ട് ഒരു ഈവനിങ്ങിൽ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ചെറിയ പോർഷൻ ഓഫ് ഭക്ഷണം കഴിക്കുക, പിന്നെ ഡിന്നർ കഴിക്കുക. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ നമ്മൾ സാധാരണ കഴിക്കുന്ന വലിയ പോർഷൻസ് അല്ല, ഇതെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ഈ 5 സമയങ്ങളിലായിട്ട് കഴിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷണം ക്രമീകരിച്ചാൽ ഒരു ഡയബറ്റിസ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന്, ഡയബറ്റിസ് ഓൾറെഡി ഉള്ള പേഷ്യൻറ്റിന് ഡയബറ്റിക് കൺട്രോൾ, അതായത് ഇൻസുലിൻ സ്പൈക്സ് വരാതെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടാതെ നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റേജ് ഓഫ് ഡയബറ്റിസ് കൺട്രോൾഡ് ആക്കുകയും അതിൻ്റെ കൂടെ തന്നെ മാനേജ്മെൻറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഒരു നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ സാധിക്കും.